اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി വസഹ്ബിഹി ഹഖ്ക ഖദ്രിക വമിഖ്ദാരിക്കൽ അദീം. പരിശുദ്ധ റമളാനിൻ്റെ അവസാന 10 നാം ഉള്ളത്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ട രാവുകളാണ് നമുക്ക് വരാൻ പോകുന്നത്. ഒരു രാവ് കഴിഞ്ഞു, 21-ാം രാവ് കഴിഞ്ഞു. ഓരോ രാവും നമ്മൾ ഖദർ പ്രതീക്ഷിക്കേണ്ട രാവുകളാണ്. ഈ അവസാന 10 നമ്മൾ കൂടുതലായി ദുആ ചെയ്യുന്ന ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ പടച്ചവനെ, ഇഅ്തിഖ്നി, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, എന്നെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക. എന്നിട്ട് വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, പടച്ച റബ്ബേ എന്നെ നീ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക. ശരിക്കും എഴുത്തക്ക് എന്ന് പറയുമ്പോൾ എത്തക്ക് എന്ന് പറയുന്ന പദം തന്നെ മോചിപ്പിക്കുക എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഒരാളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് പറയുന്നത് എപ്പോഴാണ്? അയാൾ കുറച്ചു കാലം ജയിലിൽ കിടന്നിട്ട് അയാൾ അതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് അയാൾ ജയിൽ മോചിതനായി എന്ന് പറയുള്ളൂ. എന്നാൽ നമ്മൾ അള്ളാഹിനോട് ദ്വാരക്കണം എന്താണ്? അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, അള്ളാഹുവേ എന്നെ നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കുക എന്ന് പറയണമെങ്കിൽ നമ്മൾ നരകത്തിൽ കടന്നുക്കണോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, അള്ളാഹുവേ എന്നെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു പറയുന്നത്? അതായത് ഒരു മനുഷ്യന്റെ ജയപരാജയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സഈദാണോ ഷഖീയാണോ എന്നുള്ളത് അള്ളാഹു ആദ്യമായി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദ് ഉവൈസ് ആകുന്ന എന്നെക്കുറിച്ച് അള്ളാഹു താല മുഹമ്മദ് ഉവൈസ് നരകത്തിലാണ് എന്നെങ്ങാനും അള്ളാഹു താല എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവേ അതിൽ നിന്ന് മോചിപ്പിച്ച് എന്നെ നീ സ്വർഗത്തിൽ കടത്തണേ എന്നാണ് അർത്ഥം. അതായത് ഒരു മനുഷ്യനെ കുറിച്ച് അള്ളാഹു താല ലൗഹുൽ മഹ്ഫൂദിൽ അബൂബക്കർ എന്ന് പറയുന്ന പേരുള്ള ആള് നരകത്തിലാണ് എന്ന് അള്ളാഹു താല എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അത് മായ്ച്ചിട്ട് അള്ളാഹു താലാക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക? ആ അബൂബക്കർ സ്വർഗത്തിലാണ് എന്ന് എഴുതി വെക്കാം. അത് അള്ളാഹുവിൻ്റെ ഔദാര്യവും റഹ്മത്തുമാണ്. എന്നാൽ ഒരു അബൂബക്കറിനെ കുറിച്ച് അള്ളാഹു താല എഴുതി വെച്ചു അബൂബക്കർ സ്വർഗത്തിലാണ്, എന്നാൽ ഒരിക്കലും പിന്നെ അത് മായൂല. അവൻ പിന്നെ സ്വർഗത്തിൽ തന്നെ. നരകത്തിലാണ് എന്ന് ഒരാളെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവനക്ക് എന്ത് ചെയ്യാം? സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെ പേരെങ്ങാനും ലൗഹുൽ മഹ്ഫൂദിൽ നരകത്തിലാണ് എന്നെങ്ങാനും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നീ മായ്ച്ച് നീ സ്വർഗത്തിൽ കടത്തണേ അല്ലാ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. റബ്ബേ, ലൗഹുൽ മഹ്ഫൂദിലെങ്ങാനും ഞാൻ നരകത്തിലാണ് എന്നാണ് നീ എഴുതി വെച്ചിട്ടുള്ളത് എങ്കിൽ ആ നരകത്തിൽ നിന്ന് എന്നെ നീ മോചിപ്പിച്ച് സ്വർഗത്തിൽ കടത്തണേ എന്നാണ് എന്ത് അതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹിൻ്റെ ഔദാര്യവും അള്ളാഹുവിൻ്റെ റഹ്മത്തും നോക്കാൻ നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് അള്ളാഹു താല എഴുതി വെക്കുകയാണെങ്കിൽ പിന്നെ എന്ത് തെറ്റിയതാലും മോൻ എവിടെ കടക്കും? സ്വർഗത്തിൽ കടക്കും. നരകത്തിലാണ് എന്ന് എഴുതി വെച്ചാൽ വയംഹുല്ലാഹു മാ യശാ, അള്ളാഹു താല ഉദ്ദേശിക്കുന്നത് മായ്ച്ചു കളയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ നരകത്തിലാണ് എന്ന് എഴുതി വെച്ചാൽ അവനത് സ്വർഗത്തിലാക്കാൻ അള്ളാഹു താലാക്ക് എന്തുണ്ട്? അധികാരമുണ്ട്. അള്ളാഹു താല അത് അങ്ങനെ ആക്കും ചെയ്യും. അപ്പൊ ഞാനെങ്ങാനും ആ നരകക്കാരിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബേ അതിൽ നിന്ന് പേര് മായ്ച്ചു കളഞ്ഞ് എന്നെ നീ സ്വർഗത്തിൽ കടത്തണേ എന്നാണ് സത്യത്തിൽ എന്ത്
അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞതിൻ്റെ ആകത്തുക. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ആരിഫീങ്ങളെ സംബന്ധിച്ച് നരകമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാത്ത ഒരു സെക്കൻഡ് കഴിഞ്ഞു പോയിട്ടുണ്ടോ അതൊക്കെ അവർക്ക് ആഖിറത്തിൽ അത് നരകമായി തോന്നുമെന്നാണ്. നരകത്തിൻ്റെ തീജ്വാലകളേക്കാൾ അവരുടെ ഹൃദയത്തിൽ ആഞ്ഞു പതിക്കുന്ന തീജ്വാലകൾ അള്ളാഹുവിനെ കുറിച്ചല്ലാത്ത ഏതെങ്കിലും സമയം എൻ്റെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ സമയമാണ് എന്ന് ആരിഫീങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹുവിനെ ഓർക്കാതെ കഴിഞ്ഞു പോയ നിമിഷങ്ങളുണ്ടല്ലോ, അതാണ് അവരെ ഏറ്റവും വല്ലാതെ ടെൻഷനാക്കുക എന്ന് മഹാന്മാരാകുന്ന ആളുകൾ അവരെ കിതാബിൽ എന്ത് ചെയ്യുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് നരകമെന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് അതൊക്കെ ഒരു തമാശയായി തോന്നുന്ന ഒരു കാലമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജഅഫർ തയ്യാർ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജഅഫർ റളിയല്ലാഹു അൻഹുവും ഒരു യാത്ര പോവുകയാണ്. ആ യാത്രാമധ്യേ റസൂലുള്ളാഹിക്ക് ശക്തമായ ദാഹം വന്നു. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജഅഫർ തങ്ങളോട് പറഞ്ഞു, ജഅഫറെ, ആ കാണുന്ന പർവ്വതമുണ്ട്, ആ പർവ്വതത്തിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് അള്ളാഹിൻ്റെ റസൂലിന് നല്ല ദാഹമുണ്ട്, കുറച്ച് വെള്ളം തരാൻ വേണ്ടി പറയാം. അങ്ങനെ ആ പർവ്വതം പൊട്ടി അതിൽ നിനക്ക് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജഅഫർ തങ്ങളെ ആ പർവ്വതത്തിൻ്റെ ഉച്ചിയിലേക്ക് പറഞ്ഞയച്ചു. ബഹുമാനപ്പെട്ട ജഅഫർ തങ്ങൾ റസൂലുള്ള പറഞ്ഞതുപോലെ പർവ്വതത്തിനോട് പറഞ്ഞു, പർവ്വതമേ, അള്ളാഹുവിൻ്റെ പ്രവാചകർ അവിടെ ഇരിക്കുന്നുണ്ട്, ആ പ്രവാചകർക്ക് ശക്തമായ ദാഹമുണ്ട്, അതുകൊണ്ട് പർവ്വതത്തിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട് എന്നാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് വെള്ളം വേണം. ആ സമയത്ത് പർവ്വതം ഇങ്ങോട്ട് സംസാരിച്ചു എന്ന് ജഅഫർ തങ്ങളോട് പറഞ്ഞു, അല്ലയോ ജഅഫർ തങ്ങളെ, പരിശുദ്ധ ഖുർആനിലൊരു ആയത്തുണ്ട്, അല്ലത്തി വഖൂദുഹന്നാസു വൽ ഹിജാറ, നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യന്മാരെയും കല്ലുകളെയുമാണ് എന്ന് പറഞ്ഞൊരു ആയത്തുണ്ട്. ആ ആയത്ത് ഇറങ്ങിയത് മുതൽ ഭയപ്പെട്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ഞാൻ കരഞ്ഞ് എൻ്റെ വെള്ളമൊക്കെ വറ്റിപ്പോയിക്കണു എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയി പറയുന്നു. ജഅഫർ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊക്കെ പറഞ്ഞേക്കാണ്, പർവ്വതം പറഞ്ഞേക്കാം. ജഅഫർ തങ്ങൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലുകളെയും മനുഷ്യന്മാരെയുമാണ് എന്ന് പറഞ്ഞ ആ ആയത്ത് ഇറങ്ങിയത് മുതൽ ആ പർവ്വതം കരഞ്ഞ് അതിലൊക്കെ വെള്ളം വറ്റിപ്പോയിട്ടുണ്ട് നബിയെ എന്ന് ജഅഫർ തയ്യാർ റളിയല്ലാഹു അൻഹു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞതായി റൂഹുൽ ബയാൻ എന്ന് പറയുന്ന കിതാബ് നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ പർവ്വതങ്ങൾ പോലും മരണത്തിൻ്റെ ഭയാനകത കണ്ട് പേടിച്ചതായി തഫ്സീറിൻ്റെ കിതാബുകൾ നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ ആ നരകത്തിൽ നിന്ന് മോചിതരായി സ്വർഗത്തിൽ കടക്കാനുള്ള സുന്ദരമായ ദിനരാത്രങ്ങളാണ് ഈ സമയങ്ങളൊക്കെ. 10 ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. കേവലം ഒരു സെക്കൻഡോ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസമോ അല്ല ഒരാൾക്ക് നരകത്തിൽ നിന്ന് മോചിതനായി സ്വർഗത്തിലേക്ക് കടക്കാനുള്ളത്. പിന്നെ വിശാലമായ 10 ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരാൾ എന്ത് ചെയ്യണം? നരകത്തിൽ നിന്ന് മോചിതനായി സ്വർഗത്തിൽ കടക്കണം. അതുകൊണ്ടാണ് അവൻ എപ്പോഴും ദുആ ചെയ്യണം, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്നുള്ള പ്രാർത്ഥന. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് പൂർണ്ണമായി മോചിതനായി സ്വർഗത്തിൽ കടക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഈ പരിശുദ്ധ റമളാൻ നല്ല നിലക്ക് സാക്ഷിയാകുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.